വെൽക്കം മൈ ഡിയേഴ്സ്. ഇന്ന് നമ്മൾ 9th ക്ലാസ്സിൻ്റെ മാത്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയണ പോലെ 9th ക്ലാസ്സിൽ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് ഈ വർഷം തുടങ്ങി. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് ഗണിത മഞ്ജരി എന്നാണ്. ബുക്ക് അവൈലബിൾ അല്ല, പക്ഷേ ബുക്കിൻ്റെ PDF സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ചാപ്റ്റർ നമുക്കിന്ന് തുടങ്ങാം. ഓറിയൻറ്റിങ് യുവർ സെൽഫ് ദ യൂസ് ഓഫ് കോർഡിനേറ്റ്സ്, അതാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്. പിന്നെ ഈ ഒരു വർഷത്തെ ബുക്സ് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പഠിക്കാൻ പോണ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഹിസ്റ്ററി കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് ഇലാബറേറ്റ് ചെയ്ത് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കോർഡിനേറ്റ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ കോർഡിനേറ്റ്സ് എന്ന ഒരു കോൺസെപ്റ്റ് എങ്ങനെ വന്നു, അതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത മാത്തമാറ്റീഷ്യൻസ് ആരൊക്കെയാണ്, ഏതൊക്കെ കൺട്രീസിലെ മാത്തമാറ്റീഷ്യൻസാണ് ഈ ഒരു കോൺസെപ്റ്റിന് വേണ്ട കോൺട്രിബ്യൂഷൻസൊക്കെ തന്നത് എന്നുള്ളതൊക്കെ ഒന്ന് ഡീറ്റെയിൽഡായിട്ട് തന്നെ പണ്ടത്തെ ഒരു ഇത് വെച്ചിട്ട് 1-2 പാരഗ്രാഫിൽ ഒതുക്കണ കാര്യം ഇപ്പോൾ ഒരു 2 പേജ് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ മാത്തമാറ്റീഷ്യൻസിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ പറ്റിയിട്ടൊക്കെ പറയണുണ്ട്, വിശദീകരിച്ച് തന്നെ പറയണുണ്ട്. അപ്പോൾ അതൊന്നും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കണില്ല. അതൊക്കെ നിങ്ങൾ ബുക്ക് കിട്ടുമ്പോൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക. അതൊക്കെ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഇതിവിടെ വെച്ച് സ്കിപ്പ് ചെയ്ത് പോകുമെന്ന് എനിക്കറിയാം. ഇനി നമുക്കപ്പോൾ പുതിയ ചാപ്റ്ററിലേക്ക് കടക്കാം. ഓറിയൻറ്റിങ് യുവർ സെൽഫ് ദ യൂസ് ഓഫ് കോർഡിനേറ്റ്സ്. കണ്ട, എന്താണ് ചാപ്റ്ററിൻ്റെ പേരുകൾക്ക് വരെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. സാധാരണ രീതിയിൽ വേണമെങ്കിൽ കോർഡിനേറ്റ്സ്, സിംപ്ലി കോർഡിനേറ്റ്സിന് ഒരു ഇത് കൊടുക്കേണ്ട, ടൈറ്റിൽ കൊടുക്കണതിന് ഓറിയൻറ്റിങ് യുവർ സെൽഫ് ദ യൂസ് ഓഫ് കോർഡിനേറ്റ്. അപ്പോൾ ഈ കോർഡിനേറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒരു ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഒരു ഡയറക്ഷൻ കിട്ടാൻ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോർഡിനേറ്റ്സൊക്കെ ഉപയോഗിക്കണത്. അപ്പോൾ ഇനി കോർഡിനേറ്റ്സിനെ പറ്റി നമുക്ക് പഠിക്കാം. നമ്മളോട് ആരെങ്കിലും വന്നിട്ട് നിങ്ങൾ എവിടെയാണ് താമസിക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്ത് പറയും? നിങ്ങളുടെ ലൊക്കേഷൻ പറയും അല്ലേ? ഏതെങ്കിലുമൊക്കെ സ്ട്രേഞ്ചർ വന്ന് ചോദിച്ചാൽ ഇത് പറയണമെന്നല്ല പറഞ്ഞേ. ഇനി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എവിടെയാണ് താമസിക്കണേ എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് പറയും? നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ നമ്മളെന്ത് പറയും? നമ്മൾ നമ്മുടെ അഡ്രസ്സ് പറയും. അപ്പോൾ ഈ കോർഡിനേറ്റ്സ് എന്ന് പറയണത് എന്ത് തന്നെയാണ്? ലൊക്കേഷൻ തന്നെയാണ്. ലൊക്കേഷൻ ഓഫ് എ പോയിൻ്റ് ഓർ ആൻ ഒബ്ജക്റ്റ്, അതിനെ പറയാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? കോർഡിനേറ്റ്സ്. ലൊക്കേഷൻ ഓഫ് എ പോയിൻ്റ്, അതാണ് എന്ത്? കോർഡിനേറ്റ്സ് എന്ന് പറയണത്. മനസ്സിലായ? ഇതൊരു പ്ലെയിൻ സർഫസാണ് അല്ലേ? ഒരു പ്ലെയിൻ സർഫസാണ്. ഈ സർഫസിൽ നമ്മളൊരു പോയിൻ്റ് ഇടാണ്. ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ പോയിൻ്റ് കറക്റ്റ് ഈ സർഫസിൽ എവിടെയായിട്ടാണ് എന്നെങ്ങനെ പറയും? ഈ പോയിൻ്റ് നമ്മൾ എവിടെയായിട്ടാണെന്ന് കറക്റ്റായിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ എവിടെ എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? നമ്മൾ കോർഡിനേറ്റ്സ് ഉപയോഗിക്കും. അതിന് വേണ്ടിയിട്ട് കോർഡിനേറ്റ്സ് പറയാൻ വേണ്ട 2 കാര്യങ്ങളാണ്. നമ്മളിവിടെ 2D കാർട്ടീഷ്യൻ സിസ്റ്റമാണ് പഠിക്കണത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ 2 ആക്സിസ് ആണ് ഉപയോഗിക്കുന്നത്. ഏതാണ്? ഒന്ന് എക്സ് ആക്സിസ്, രണ്ടാമത്തത് വൈ ആക്സിസ്. വൈ ആക്സിസാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എക്സ് ആക്സിസ് എന്താണ്? അതിനു മുന്നേ നമുക്ക് അറിയണ ഒരു കാര്യമുണ്ട്. ഈ എക്സ് ആക്സിസും വൈ ആക്സിസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരു പോയിൻറ്റിൻ്റെ പേരാണ് എന്ത്? ഒറിജിൻ. ഇതെന്താണ്? ഒറിജിൻ എന്ന് പറയും. ഇതാണ് ഒറിജിൻ. ഈ ഒറിജിനിൽ നിന്ന് ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ പോകുന്ന ഈ ഒരു ലൈനാണ് എക്സ് ആക്സിസ്. ഒറിജിനിൽ നിന്ന് വെർട്ടിക്കലായിട്ട് പോകുന്ന ലൈനാണ് എന്ത്? വൈ ആക്സിസ്. അപ്പോൾ മറക്കരുത്, ഹൊറിസോണ്ടൽ എന്ന് വെച്ചാൽ എങ്ങനെയാണ്? എച്ചിനെ ആലോചിച്ചാൽ മതി. അപ്പോൾ എച്ചിൻ്റെ ഈ നടുക്കത്തെ ഈ ഒരു ലൈൻ, ഈ ലൈൻ എങ്ങനെ ഇരിക്കണം? ഇങ്ങനെ. അപ്പോൾ അതാണ് എന്ത്? എക്സ് ആക്സിസ്. ഇനി വെർട്ടിക്കലായിട്ട് വരുന്നതാണ് വൈ ആക്സിസ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യങ്ങൾ തന്നെയായിരിക്കും. നിങ്ങൾ 8th ഗ്രാഫൊക്കെ വരച്ചിരിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾക്ക് എക്സ് ആക്സിസും വൈ ആക്സിസൊക്കെ അറിയാം. ഇനി എന്നാലും നമ്മൾ ഫ്രഷ് ആയിട്ടാണ് പഠിക്കാൻ പോണത്. അപ്പോൾ ഒറിജിൻ മനസ്സിലായി, എക്സ് ആക്സിസ് മനസ്സിലായി, വൈ ആക്സിസ് മനസ്സിലായി. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ എക്സ് ആക്സിസിനെ നമ്മൾ ഗ്രാഫൊക്കെ അടയാളപ്പെടുത്തുന്ന പോലെ തന്നെ എക്സ് ആക്സിസിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാണ്.
കണ്ടോ, എക്സ് ആക്സിസിനെ നമ്മളിവിടെ ഇങ്ങനെ 1 2 3 4 5 6 അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വൈ ആക്സിസിനെയും സെയിം ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിയേ, നമ്മുടെ ഈ പോയിൻ്റ് ഇവിടെയാണ്. ഈ പോയിൻറ്റിൻ്റെ ലൊക്കേഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ 2 കോർഡിനേറ്റ്സ് എന്നാണ് പറയാം. 2 കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ് ഈ പോയിൻ്റ് എവിടെയാണ് ഇരിക്കണതെന്ന് പറയാം. മനസ്സിലായല്ലോ? 2 കോർഡിനേറ്റ്സ്. ആദ്യത്തെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ്, രണ്ടാമത്തെ കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ്. എന്തൊക്കെയാണ്? എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്. ഈ 2 കോർഡിനേറ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പോയിൻറ്റിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിൻ്റ് വൈ ആക്സിസിൽ നിന്നും എത്ര അകലെയാണ്, അതാണ് എക്സ് കോർഡിനേറ്റ്. മനസ്സിലായല്ലോ? വൈ ആക്സിസിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ് ഈ ഒരു പോയിൻ്റ് ഇരിക്കുന്നത്, അതിൻ്റെ പേരാണ് എക്സ് കോർഡിനേറ്റ്. ഇനി വൈ കോർഡിനേറ്റ് എന്താണ്? ഈ ഒരു പോയിൻ്റ് എക്സ് ആക്സിസ് എങ്ങനെയാണ്? ഈ ഹൊറിസോണ്ടൽ ഈ ലൈനിൽ നിന്നും എത്ര അകലെയാണ് ഈ പോയിൻ്റ്, അതാണ് വൈ കോർഡിനേറ്റ്. മനസ്സിലായോ? അതായത് വൈ ആക്സിസിൽ നിന്നും എത്ര അകലെയാണ്, അതിന് എക്സ് കോർഡിനേറ്റും, എക്സ് ആക്സിസിൽ നിന്ന് എത്ര അകലെയാണ്, അതിനെ വൈ കോർഡിനേറ്റ് എന്നും വിളിക്കണം. ഇനി എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എവിടെയാണ് നോക്കുക? എക്സ് ആക്സിസിലാണ് നോക്കുക. മനസ്സിലായോ? അതായത് ഈ ഒരു പോയിൻ്റ് ഈ ഒരു വൈ ആക്സിസിൽ നിന്നും എത്ര ദൂരെയാണെന്ന് നോക്കാൻ നമ്മൾ എങ്ങോട്ടേക്കാണ് നോക്കണ്ടേ? എക്സ് ആക്സിസിലേക്കാണ്. എന്നാലാണ് നമുക്കറിയുള്ളൂ ഈ ഒരു ആക്സിസിൽ നിന്നും എത്ര ദൂരെയാണ് ഈ പോയിൻ്റ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 9 സെൻറ്റിമീറ്റർ അകലെയാണ് ഈ പോയിൻ്റ്. അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായി? 9. മനസ്സിലായല്ലോ? ഇനി വൈ കോർഡിനേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്സ് ആക്സിസിൽ നിന്നും എത്ര അകലെ. അപ്പോൾ അതിന് നമ്മൾ എവിടെയാണ് നോക്കേണ്ടത്? വൈ ആക്സിസിലാണ് നോക്കേണ്ടത്. ഇങ്ങനെ ആലോചിക്കുക, എക്സ് കോർഡിനേറ്റ് എക്സ് ആക്സിസിലും വൈ കോർഡിനേറ്റ് വൈ ആക്സിസിലുമാണ് നോക്കുക. ഇനി എക്സ് കോർഡിനേറ്റ് എന്ന് പറയണത് എന്താണ്? വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാം, വൈ ആക്സിസിൽ നിന്ന് എത്രത്തോളം റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ, ലെഫ്റ്റും വരും. ഇനി നമ്മൾ ലെഫ്റ്റ് ഭാഗത്തെയും പഠിക്കും. അപ്പോൾ വൈ ആക്സിസിൽ നിന്ന് അല്ലെങ്കിൽ ഒറിജിനിൽ നിന്ന് ആലോചിക്കാം. എങ്ങോട്ട്? ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് എന്ന് പറയുന്ന കാര്യമാണ് എന്ത്? എക്സ് കോർഡിനേറ്റ്. ഇനി എക്സ് ആക്സിസിന് മുകളിലാണോ താഴെയാണോ എന്ന് പറയണതാണ് എന്ത്? വൈ കോർഡിനേറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ആണെങ്കിൽ തന്നെ എത്ര സെൻറ്റിമീറ്റർ, അതാണ് നമ്മുടെ എക്സ് കോർഡിനേറ്റ് പറഞ്ഞുതരാം. അപ്പാണോ അതോ ഡൗൺ ആണോ, അല്ലെങ്കിൽ എബവ് ആണോ ബിലോ ആണോ, അതാണ് നമ്മുടെ വൈ കോർഡിനേറ്റ് പറഞ്ഞുതരാം. പിടികിട്ടിയില്ലോ? എക്സ് കോർഡിനേറ്റ് കിട്ടാനായിട്ട് എക്സ് ആക്സിസിലേക്കാണ് നോക്കേണ്ടത്. വൈ കോർഡിനേറ്റ് കിട്ടാൻ വൈ ആക്സിസിലും നോക്കണം. ഇനി നമുക്ക് തോന്നണ പോലെ ആദ്യം വൈ കോർഡിനേറ്റ് എഴുതാം, പിന്നെ എക്സ് കോർഡിനേറ്റ്. അങ്ങനെയല്ല, ഈ ഇതിൽ നമ്മളെങ്ങനെ തന്നെ എഴുതണം. ആദ്യം എക്സ് കോർഡിനേറ്റ് എഴുതി കോമ ഇടുക, എന്നിട്ട് വൈ കോർഡിനേറ്റ് എഴുതാം. ഇത് രണ്ടും ഇതിലിടണം, ഒരു ബ്രാക്കറ്റിൽ വേണം ഇടാനായിട്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ കോർഡിനേറ്റ് അടയാളപ്പെടുത്തുക. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഡോട്ടിൻ്റെ കോർഡിനേറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, വൈ ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ്. ഇനി അങ്ങനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ലെഫ്റ്റ് ഓർ റൈറ്റ് എത്ര നീങ്ങി അത് ആലോചിക്കാം. അപ്പോൾ എത്ര നീങ്ങിയിട്ടുണ്ട് ഈ പോയിൻ്റ്? ഒറിജിനിൽ നിന്ന് എത്ര റൈറ്റിലേക്ക്? 9 സെൻറ്റിമീറ്റർ. ഇനി വൈ കോർഡിനേറ്റ് എന്താ? അപ്പ് ഓർ ഡൗൺ, മുകളിലേക്കോ താഴേക്കോ. അപ്പോൾ ഒറിജിനിൽ നിന്ന് മുകളിലേക്ക് അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ നിന്ന് മുകളിലേക്ക് എത്ര മുകളിലാണ്? 6. അപ്പോൾ 6 ആണ് ഇതിൻ്റെ വൈ കോർഡിനേറ്റ്. അപ്പോൾ എങ്ങനെ എഴുതിയേ? 9 6. മനസ്സിലായോ? ഇനി നമുക്കൊരു കോർഡിനേറ്റ് തരാണ് 5 4. എന്നിട്ട് പോയിൻ്റ് അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ എങ്ങനെ അത് എവിടെ ലേബിൾ ചെയ്യും? പോയിൻ്റ് 5 എന്ന് പറയുന്നത് എന്ത് കോർഡിനേറ്റാ? എക്സ് കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് എവിടത്തെയാണ്? എക്സ് ആക്സിസിൽ. അപ്പോൾ എക്സ് ആക്സിസിൽ 5 സെൻറ്റിമീറ്റർ എടുക്കുക. പിന്നെ വൈ കോർഡിനേറ്റ് എന്താ? 4. അതായത് മുകളിലോട്ട് 4 സെൻറ്റിമീറ്റർ. അതായത് ഈ വൈ ആക്സിസിലെ 4ഉം എക്സ് ആക്സിസിലെ 5ഉം വൈ ആക്സിസിലെ 4ഉം ജോയിൻ ചെയ്യണം. അതായത്
എക്സ് ആക്സിസിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ, അതായത് എന്താ റൈറ്റിലോട്ട് 5 സെൻറ്റിമീറ്റർ, പിന്നെ അവിടെ നിന്ന് മുകളിലോട്ട് 4 സെൻറ്റിമീറ്ററും വന്നു കഴിഞ്ഞാൽ ഈ ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് ആയിരിക്കും എന്ത് 5 4 എന്നുള്ളത്. ഇത്രയും പിടി കിട്ടിയോ? ഇനി അങ്ങനെയാണെങ്കിൽ ഒറിജിൻ്റെ കോർഡിനേറ്റ് എന്താണ്? ഈ ഒറിജിൻ ഏത് ആക്സിസിലാണുള്ളത്? നമുക്ക് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് വൈ ആക്സിസിൽ നിന്ന് എത്ര നീങ്ങിയിരിക്കുന്നു. ഒറിജിൻ എവിടെയാണ് ഇരിക്കണേ? വൈ ആക്സിസിൽ തന്നെയാണ് അല്ലേ? ഒറിജിൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസും ഉണ്ട് വൈ ആക്സിസും രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റിനെയാണ് ഒറിജിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒറിജിൻ വൈ ആക്സിസിൽ നിന്നും അകലെയല്ല, എക്സ് ആക്സിസിൽ നിന്നും അകലെയല്ല. അതുകൊണ്ട് തന്നെ ഒറിജിൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 0. മനസ്സിലായോ? ഒറിജിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 0 ആണ്. കാരണം അത് ഒറിജിൻ എന്ന് പറയുന്നത് 2 ആക്സിസിലുള്ള പോയിൻ്റാണ്. ഇത്രയും വരെ ഓക്കെ ആണോ? ഇപ്പോൾ ഒരു പോയിൻ്റ് തന്നു കഴിഞ്ഞാൽ എന്താണ് എക്സ് കോർഡിനേറ്റ്, എന്താണ് വൈ കോർഡിനേറ്റ് എന്ന് മനസ്സിലായല്ലോ. ആ പോയിൻ്റ് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നീങ്ങുന്നതാണ് എക്സ് കോർഡിനേറ്റ്. ഇനി മുകളിലോട്ടോ താഴോട്ടേക്കാണോ എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് വൈ കോർഡിനേറ്റ്. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ എന്ത് പറയാം? വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് കോർഡിനേറ്റ്, എക്സ് ആക്സിസിൽ നിന്ന് എത്ര അകലെയാണ് അതാണ് വൈ കോർഡിനേറ്റ്. ഇനി ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്? 0 0. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യം, എക്സ് ആക്സിസിലെ പോയിൻറ്റ്സ് ഏതൊരു പോയിൻ്റ് എടുത്താലും ആ പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അല്ലേ? വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഫ്രം ദ എക്സ് ആക്സിസിൽ നിന്ന് മുകളിലോട്ടോ താഴോട്ടേക്കോ ഉള്ള ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുക? വൈ കോർഡിനേറ്റ് എന്ന് പറയുക. അപ്പോൾ എക്സ് ആക്സിസിലുള്ള പോയിൻറ്റുകൾ എന്താണ്? എക്സ് ആക്സിസിൽ നിന്ന് എന്തെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് എക്സ് ആക്സിസിലുള്ള പോയിൻറ്റ്സിൻ്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? വൈ കോർഡിനേറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഓൺ ദി എക്സ് ആക്സിസ് എന്താണ്? 0. മനസ്സിലായോ? വൈ കോർഡിനേറ്റ് എന്താണെന്ന് മനസ്സിലായാൽ ഇതും മനസ്സിലാവും. വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എക്സ് ആക്സിസിൽ നിന്ന് മുകളിലോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ താഴോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വൈ കോർഡിനേറ്റ് ഈ എക്സ് ആക്സിസിലുള്ള പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ നിന്ന് ഈ പോയിൻറ്റുകൾ എങ്ങോട്ടേക്കെങ്കിലും മാറണ്ടോ? ഇല്ല. കാരണം ഈ പോയിൻറ്റ്സൊക്കെ എവിടെ തന്നെയാണ്? എക്സ് ആക്സിസിൽ തന്നെയാണ്. അതുകൊണ്ട് എക്സ് ആക്സിസിലെ പോയിൻറ്റ്സിൻ്റെ വൈ കോർഡിനേറ്റ്സ് ഒക്കെ 0 ആണ്. അപ്പോൾ ഈ ഒരു പോയിൻറ്റിനെ അല്ലെങ്കിൽ ഈ ഒരു പോയിൻറ്റിനെ നമുക്ക് എങ്ങനെ അടയാളപ്പെടുത്താം? ഇത് 3യുടെയും 4ൻ്റെയും മിഡാണ്. അപ്പോൾ ഇതിനെ നമുക്ക് 3.5 അല്ലേ? ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് 3.5, വൈ കോർഡിനേറ്റ് എന്താണ്? 0. ഈ ഒരു പോയിൻറ്റിനെ എങ്ങനെ എഴുതാം? 8 0. അങ്ങനെ ഏതൊരു പോയിൻ്റ് എടുത്താലും എക്സ് ആക്സിസിലെ പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് എന്ത് വരും? 0 വരും. സെയിം കാര്യം നമുക്ക് വൈ കോർഡിനേറ്റിൽ പറയാലോ, വൈ ആക്സിസിലെ പോയിൻറ്റ്സിൽ പറയാലോ. വൈ ആക്സിസിലെ ഏത് പോയിൻ്റ് എടുത്താലും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം ദ വൈ ആക്സിസിൽ നിന്ന് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ ഉള്ള ഡിസ്റ്റൻസിനെയാണ് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഓൺ ദ വൈ ആക്സിസ് ഈസ് എന്താ? 0. അപ്പോൾ വൈ ആക്സിസിലുള്ള പോയിൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണില്ല, അത് വൈ ആക്സിസിൽ തന്നെ ഇരിക്കുകയാണ്. വൈ ആക്സിസിൽ നിന്ന് 0 ഡിസ്റ്റൻസ് ആണ്. കാരണം പോയിൻറ്റ്സ് ആർ ഓൺ ദ വൈ ആക്സിസിലുള്ള പോയിൻ്റ് ആണെങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ് എങ്ങനെ എഴുതാം? എക്സ് കോർഡിനേറ്റ് ആണ് ആദ്യം എഴുതേണ്ടത്. അതെന്താ? 0. ഇനി വൈ കോർഡിനേറ്റ് എന്താണ്? 3. ഇതാണെങ്കിലോ 0 5 0 6 0 7. മനസ്സിലായോ? അപ്പോൾ എക്സ് കോർഡിനേറ്റ് 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പോയിൻ്റ് ഈസ് ഓൺ ദ വൈ ആക്സിസ്. വൈ കോർഡിനേറ്റ് 0 ആണെങ്കിൽ പോയിൻ്റ് ഈസ് ഓൺ ദ എക്സ് ആക്സിസ്. ഇത്ര മനസ്സിലായോ? കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എക്സ് കോർഡിനേറ്റും
വൈ കോർഡിനേറ്റ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അറിയാം. എക്സ് കോർഡിനേറ്റ് നമ്മളെപ്പോഴും എവിടെ നിന്ന് നോക്കുക? എക്സ് ആക്സിസിൽ നിന്നാണ് നോക്കുക. എക്സ് ആക്സിസിലാണ്. എക്സ് ആക്സിസിലുള്ള പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് എന്താണ്? 0 ആണ്. വൈ ആക്സിസിലുള്ള പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റുകൾ എന്താണ്? 0 ആണ്. ഇനി നമ്മൾ ഇപ്പോൾ പഠിച്ച ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു എക്സ്പാൻഡഡ് വേർഷൻ പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു സെക്ഷൻ മാത്രമാണ് അല്ലേ? ഇവിടെയും പോസിറ്റീവായിരുന്നു, ഇവിടെയും പോസിറ്റീവ് തന്നെയായിരുന്നു, ഇവിടെ ഒറിജിനായിരുന്നു. അതായത് ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. സംഭവം തന്നെയാണ്. ഇത് എക്സ് ആക്സിസ് തന്നെയാണ്, ഇതെന്താണ്? വൈ ആക്സിസും ആണ്. പക്ഷേ ഇവിടുത്തെ ഈ ഒറിജിൻ എക്സ് ആക്സിസിനെ എന്താണ്? 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാണ് അല്ലേ? എക്സ് ആക്സിസിനെ റൈറ്റ് ഒരു ഭാഗം, ലെഫ്റ്റ് ഒരു ഭാഗമാക്കി. അതുപോലെ തന്നെ ഈ ഒറിജിൻ വൈ ആക്സിസിനെ മുകളിലൊരു ഭാഗം, താഴെ ഒരു ഭാഗമാക്കി അല്ലേ? അപ്പോൾ ഈ റൈറ്റിലെ ഈ ഭാഗത്ത് എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സാണുള്ളത്. ലെഫ്റ്റ് ഭാഗത്ത് എന്താണ് എഴുതിക്കണേ? നെഗറ്റീവ് നമ്പേഴ്സാണ്. അതുപോലെ വൈ ആക്സിസിലെ മുകളിലെ ഭാഗങ്ങളിൽ പോസിറ്റീവ് നമ്പറും താഴത്തെ ഭാഗത്തിൽ നെഗറ്റീവ് നമ്പേഴ്സുമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഈ പഠിച്ച ഈ ഒരു കാർട്ടീഷ്യൻ സിസ്റ്റം ഇതിപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഇതിൽ പഠിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പോയിൻ്റ് പറയുകയാണെങ്കിൽ ഇവിടെയാണ് പോയിൻ്റ് എന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ പറയും? ഇവിടെ നിന്ന് എക്സ് ആക്സിസിലെ ഈ പോയിൻ്റ് എടുക്കും, പിന്നെ വൈ ആക്സിസിലെ ഈ ഒരു പോയിൻ്റും എടുത്താൽ ഇതിൻ്റെ ഇതെന്തായി? -6, 4. ഇനി ഇവിടുത്തെ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ഇതെന്തായിരിക്കും? നോക്കിക്കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് എന്താണ്? 7. വൈ കോർഡിനേറ്റ് എന്താണ്? എത്ര മുകളിലേക്കാണ്? 3. അപ്പോൾ 7, 3. ഇനി ഇവിടെ ഒരു പോയിൻ്റ് നോക്കിക്കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് എന്താണ്? -3. വൈ കോർഡിനേറ്റ് -4. ഇവിടുത്തെ ഒരു പോയിൻ്റ് നോക്കിയേ. ഇവിടുത്തെ ഒരു പോയിൻ്റ് നോക്കിക്കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് 7, വൈ കോർഡിനേറ്റ് -2. അപ്പോൾ 7, -2. അപ്പോൾ ഇതിലൊക്കെ എന്താ പ്രത്യേകത? ഈ 4 ഭാഗത്തിനെയും ഇതിൽ ഓരോ ഭാഗങ്ങളെ പറയണ പേരാണ് എന്ത്? ക്വാഡ്രൻറ്റ്. എന്തെന്നാ പറയുക? ക്വാഡ്രൻറ്റ്. അപ്പം ഇതാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഇതെന്താണ്? ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ഇത് തേർഡ് ക്വാഡ്രൻറ്റ്, ഇത് ഫോർത്ത് ക്വാഡ്രൻറ്റ്. മനസ്സിലായോ? അപ്പോൾ 4 ക്വാഡ്രൻസ് ആയിട്ട് ഈ ഒറിജിൻ ഈ ആക്സിസിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എടുത്താൽ എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവായിരിക്കും നമ്പേഴ്സ്. അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ എക്സ് കോർഡിനേറ്റും പോസിറ്റീവായിരിക്കും, വൈ കോർഡിനേറ്റും പോസിറ്റീവായിരിക്കും. ഇനി സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ഇവിടെ നമ്മളൊരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എടുത്തു. എന്താണ് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ? ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് നെഗറ്റീവും വൈ കോർഡിനേറ്റ് എന്താണ്? പോസിറ്റീവും ആയിരിക്കും അല്ലേ? എക്സ് കോർഡിനേറ്റ് ഈ ഭാഗത്ത് ഇത് നെഗറ്റീവും വൈ കോർഡിനേറ്റ് ഇവിടെ നിന്ന് പോസിറ്റീവായിരിക്കും ഈ ഒരു സെക്കൻഡ് ക്വാഡ്രൻറ്റ്. ഇനി തേർഡ് ക്വാഡ്രൻറ്റ് നോക്കിയേ. ഈ തേർഡ് ക്വാഡ്രൻറ്റിൽ ഇവിടെ ഓൾറെഡി നമ്മളൊരു പോയിൻ്റ് കോർഡിനേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? ഈ എക്സ് കോർഡിനേറ്റും നെഗറ്റീവാണ്, വൈ കോർഡിനേറ്റും നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും? രണ്ടും നെഗറ്റീവായിരിക്കും. മനസ്സിലായല്ലോ? ഇനി ഫോർത്ത് ക്വാഡ്രൻറ്റിൽ എക്സ് കോർഡിനേറ്റ് എന്താണ്? പോസിറ്റീവാണ്, വൈ കോർഡിനേറ്റ് എന്താണ്? നെഗറ്റീവാണ്. അതായത് പോസിറ്റീവ്, നെഗറ്റീവ്. അതോർത്തിരിക്കുക. അതായത് 4 ക്വാഡ്രൻസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ബോത്ത് കോർഡിനേറ്റ്സ് ആർ പോസിറ്റീവ്. ഇനി സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ഫസ്റ്റ് കോർഡിനേറ്റ് വിച്ച് ഈസ് എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ്, സെക്കൻഡ് വൺ വൈ കോർഡിനേറ്റ് പോസിറ്റീവ്. ഇനി തേർഡ് ക്വാഡ്രൻറ്റിൽ ബോത്ത് കോർഡിനേറ്റ്സ് ആർ നെഗറ്റീവ്. ഇനി ഫോർത്ത് ക്വാഡ്രൻറ്റിൽ ഫസ്റ്റ് വൺ പോസിറ്റീവ്, അതായത് എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ്, വൈ കോർഡിനേറ്റ് നെഗറ്റീവ്. ഇത്ര മനസ്സിലായോ? ഈ ഒരു ഇതിനെയാണ് കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് വിളിക്കുക. എന്ത് വിളിക്കും? കാർട്ടീഷ്യൻ പ്ലെയിൻ. അപ്പോൾ അതിന് 3 പേരാണുള്ളത്. കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ XY പ്ലെയിൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ കോർഡിനേറ്റ് പ്ലെയിൻ എന്ന് വിളിക്കും. മനസ്സിലായോ? അപ്പോൾ കാർട്ടീഷ്യൻ പ്ലെയിൻ എന്താണെന്ന് മനസ്സിലായല്ലോ? 2 ആക്സിസ് ആണ്. ഹൊറിസോണ്ടൽ എക്സ്,
പിന്നെ വെർട്ടിക്കൽ വൈ, ഈ രണ്ട് ആക്സിസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഒറിജിൻ. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ പോയിൻറ്റിൻ്റെയും ലൊക്കേഷൻ ഈ കോർഡിനേറ്റ്സ് വഴി പറയാം. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഓർത്തിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എക്സ് ആക്സിസിലെ അല്ലെങ്കിൽ എക്സ് ആക്സിസിന് പാരലലായിട്ട് വരുന്ന ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ, അതായത് ഇങ്ങനത്തെ പാരലലായിട്ട് വരുന്ന, അതായത് ഒരു ചെരിവും ഇല്ലാണ്ട് കറക്റ്റ് എക്സ് ആക്സിസിന് പാരലലായിട്ട് വരുന്ന ലൈൻസ്, അല്ലെങ്കിൽ എക്സ് ആക്സിസിലുള്ള ഒരു സെഗ്മെൻറ്റ്, ഒരു ലൈൻ സെഗ്മെൻറ്റ് എടുത്താൽ അതിൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലെങ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സ് കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഒരു ലെങ്ത്ത്, ഈ ഒരു ലൈൻ്റെ ലെങ്ത്ത് കാണാൻ എന്ത് ചെയ്താൽ മതി? 4 - 2 ചെയ്താൽ മതി. 4 - 2. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് എന്താണ്? 4, 0. എന്താ? എക്സ് ആക്സിസിലുള്ള പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. ഈ പോയിൻറ്റും എക്സ് ആക്സിസിലെ പോയിൻ്റാണ്, അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് എന്താ? 2, 0 ആണ്. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? എക്സ് കോർഡിനേറ്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. ഇതേ കാര്യം തന്നെ ഏതിൽ ആപ്ലിക്കബിൾ ആണ്? ഇങ്ങനത്തെ ഹൊറിസോണ്ടൽ ലൈൻസിൽ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇവിടെ 0 ആയിരിക്കില്ല വൈ കോർഡിനേറ്റ്. ഇവിടെ ഇപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? ഈ ഒരു ലൈനിലെ എല്ലാത്തിൻ്റെയും വൈ കോർഡിനേറ്റ് എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? ഈ ഒരു ലൈന് കറക്റ്റ് എക്സ് ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് ഈ ഒരു ലൈൻ എക്സ് ആക്സിസിൽ നിന്ന് ഈ ലൈനിലെ ഏത് പോയിൻ്റ് എടുത്താലും എക്സ് ആക്സിസിൽ നിന്ന് ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിലായിരിക്കും. അതാണല്ലോ വൈ കോർഡിനേറ്റ്. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈനിലെ വൈ കോർഡിനേറ്റ്സ് ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ ലൈൻ്റെ ഒരു ലെങ്ത്ത് കണ്ടുപിടിക്കാൻ എക്സ് കോർഡിനേറ്റ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി. ഇതൊരു ഹൊറിസോണ്ടൽ ലൈനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോർഡിനേറ്റ് നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 4, 3 ആണ്. ഈ കോർഡിനേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 10, 3 ആണ്. എന്താ ഇവിടെ 3 വരാൻ കാരണം ഹൊറിസോണ്ടൽ ലൈൻ ആയതുകൊണ്ട് കറക്റ്റ് മുകളിലേക്ക് എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും അല്ലേ? ഇങ്ങനെ ചെരിഞ്ഞിരിക്കുകയാണെങ്കിൽ മാത്രമാണ് വൈ കോർഡിനേറ്റിന് ഇതിന് മാറ്റം വരുള്ളൂ. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇതിന് എക്സ് കോർഡിനേറ്റ് മാത്രമേ മാറുള്ളൂ. വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഒരു ലൈൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? 10 - 4 = 6. അപ്പോൾ ഇത് 6 സെൻറ്റിമീറ്റർ. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് വൈ കോർഡിനേറ്റിൻ്റെ കാര്യത്തിലും നോക്കാം. ഇപ്പോൾ വൈ കോർഡിനേറ്റ് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ കോർഡിനേറ്റ് നമുക്ക് 3, 5, ഇത് 3, 12 ആണെന്ന് വിചാരിക്കുക. ഇതെന്തുകൊണ്ട് അവിടെ 3യും ഇവിടെയും 3 ആയത്? കാരണം ഇത് വെർട്ടിക്കൽ ലൈനാണ്, വിച്ച് മീൻസ് എന്താണ്? ഇത് പാരലൽ ടു ദ വൈ ആക്സിസിന് പാരലലാണ്. അതുകൊണ്ട് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഫ്രം ദ വൈ ആക്സിസ് എന്തായിരിക്കും? എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ ഒരു പോയിൻറ്റിലെ ഈ ഒരു ലൈനിലെ ഏത് പോയിൻ്റ് എടുത്താലും വൈ ആക്സിസിൽ നിന്ന് എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വൈ കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇത് എത്ര കിട്ടിയേ? 7 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ? ഇങ്ങനെ ആലോചിക്കുക. ഇങ്ങനെയാണെങ്കിൽ എക്സ് കോർഡിനേറ്റുകളുടെ ഡിഫറൻസ്, ഇങ്ങനെയാണെങ്കിൽ വൈ കോർഡിനേറ്റ്സുകളുടെ ഡിഫറൻസ്. ഇങ്ങനെയാണെങ്കിൽ വൈ കോർഡിനേറ്റ് എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. ഇങ്ങനെയാണെങ്കിൽ എക്സ് കോർഡിനേറ്റ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പേജ് നമ്പർ 4 എക്സസൈസ് സെറ്റ് 1.1 ചെയ്ത് നോക്കാം. അപ്പോൾ ഫിഗർ 1.3 ഷോസ് Rian's room with points O, A, B, C marking its corners. The x and y axes are marked in the figure. Point O is the origin. ഇതാണ് തന്നിരിക്കുന്ന റിയാൻ്റെ റൂം. അപ്പോൾ റൂമിൻ്റെ ഒരു പ്ലാനാണ് തന്നിരിക്കുന്നത്. ഇതിലിനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. If D1R1 represents the door to Rian's room, how far is the door from the left wall
ഓഫ് ദ റൂം. ലെഫ്റ്റ് വാൾ എന്ന് വെച്ചാൽ എന്താണ്? ദ വൈ ആക്സിസ്. ഇതാണ് ലെഫ്റ്റ് വാൾ. ഹൗ ഫാർ ഈസ് ദ ഡോർ ഫ്രം ദ എക്സ് ആക്സിസിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ് ഡോറ്? മനസ്സിലായോ? അപ്പോൾ D1 R1 ആണ് ഏത്? റിയാൻ്റെ റൂമിലേക്കുള്ള ഡോറ്. അപ്പോൾ D1 എവിടെയാണ് കിടക്കണത്? ഇവിടെ D1, ഇവിടെ R1. അപ്പോൾ D1 എന്ന് പറയണത് എന്താണ്? ഈ എക്സ് ആക്സിസിലുള്ളൊരു പോയിൻ്റാണ് D1 എന്ന് പറയണത്. അപ്പോൾ D1ൻ്റെ കോർഡിനേറ്റ് എന്താണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്, +8 ആണ് ഇവിടെ. അപ്പോൾ D1 എക്സ് ആക്സിസിലെ പോയിൻ്റ് ആയതുകൊണ്ട് y കോർഡിനേറ്റ് എന്താണ്? 0. അപ്പോൾ ഇവിടെ D1 എന്ന് പറയുന്നത് 80, R1 എന്ന് പറയുന്നത് എന്താണ്? 11.50. മനസ്സിലായോ? അപ്പോൾ D1 80, R1 ഇവിടെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, 11ൻ്റെയും 12ൻ്റെയും മിഡായിട്ട് വരും. അപ്പോൾ 11.50 ആണ് കോർഡിനേറ്റ്സ് R1ൻ്റെ. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? ഹൗ ഫാർ ഈസ് ദ ഡോർ ഫ്രം ദ ലെഫ്റ്റ് വാൾ ഓർ ദ വൈ ആക്സിസ്? അതായത് എന്താണ് ഈ ഡോറിൻ്റെ എക്സ് കോർഡിനേറ്റ്, ഈ ഡോറ് സ്റ്റാർട്ട് ചെയ്യണ അവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്താണെന്ന്. അതല്ല, ഡിസ്റ്റൻസ് ഫ്രം ദ വൈ ആക്സിസ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? എക്സ് കോർഡിനേറ്റ്. അപ്പോൾ ഡോർ എവിടെ നിന്നാണ് തുടങ്ങണത്? D1ൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താണ്? 8 അല്ലേ? ഈ വൈ ആക്സിസിൽ നിന്നും 8 ഫീറ്റ് ഡിസ്റ്റൻസിലാണ് ഡോറ് വരുന്നത്. അപ്പോൾ എത്രയാണ്? 8. ഹൗ ഫാർ ഈസ് ദ ഡോർ ഫ്രം ദ ലെഫ്റ്റ് വാൾ ഓർ ദ വൈ ആക്സിസ് ഓഫ് ദ റൂം? എന്താണ്? 8 ഫീറ്റ്. ഇനി ഹൗ ഫാർ ഈസ് ദ ഡോർ ഫ്രം ദ എക്സ് ആക്സിസിൽ നിന്നും എത്ര അകലെയാണ് ഡോറ്? 0. കാരണം എന്താണ്? ദ ഡോർ ഈസ് എന്താ? ഓൺ ദ എക്സ് ആക്സിസ് അല്ലേ? ഡോറ് എന്ന് പറയുന്നത് തന്നെ എവിടെയാണ്? എക്സ് ആക്സിസിലാണ് ഡോറ്. അപ്പോൾ എക്സ് ആക്സിസ് ഇരിക്കണോടത്ത് തന്നെയാണ്, അതിൽ തന്നെയാണ് ഈ ഡോറ്. D1 R1 എന്ന ഈ ഒരു സെഗ്മെൻറ്റ് വരുന്നത് എവിടെയാണ്? എക്സ് ആക്സിസിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സ് ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 0. മനസ്സിലായില്ല? അപ്പോൾ എക്സ് ആക്സിസിലെ ഏതൊരു പോയിൻറ്റിൻ്റെയും വൈ കോർഡിനേറ്റ്, അതായത് എന്താണ്? എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അതാണ് വൈ കോർഡിനേറ്റ്. അതെന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടിൻ്റെ ആൻസർ കിട്ടിയല്ലോ. D1 എന്ന് പറയണത് 8 ഫീറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ വൈ ആക്സിസ് ഓർ ദ ലെഫ്റ്റ് വാള്. ഇനി അടുത്തത് എക്സ് ആക്സിസിൽ നിന്ന് എത്ര അകലെയാണ്? 0. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് D1ൻ്റെ കോർഡിനേറ്റ് എങ്ങനെ എഴുതും? അപ്പം ഇതാണ് D1, ഇതാണ് R1. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെയാണ് ഡോറ്. അപ്പോൾ D1ൻ്റെ കോർഡിനേറ്റ് ഇതെന്താണ്? ഇത് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസ് ആയതുകൊണ്ട് ഇതിൻ്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ D1ൻ്റെ കോർഡിനേറ്റ് എന്താണ്? എക്സ് ആക്സിസിലെ 8, വൈ കോർഡിനേറ്റ് എന്താണ്? 0. 8, 0 ഈസ് ദ കോർഡിനേറ്റ് ഓഫ് D1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് R1 ഈസ് ദ പോയിൻറ്റ് 11.50, ഹൗ വൈഡ് ഈസ് ദ ഡോർ? ഡു യു തിങ്ക് ദിസ് ഈസ് എ കംഫർട്ടബിൾ വിഡ്ത്ത് ഫോർ ദ റൂം ഡോർ? ഇഫ് എ പേഴ്സൺ ഇൻ എ വീൽ ചെയർ വാണ്ട്സ് ടു എൻ്റർ ദ റൂം, will he or she be able to do so easily? എന്താ പറഞ്ഞിരിക്കുന്നത്? R1ൻ്റെ കോർഡിനേറ്റ് 11.50 ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഡോറിൻ്റെ എത്ര വൈഡാണ് ഡോറ്? എത്ര വൈഡാണ് ഡോറെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഈ D1 R1ൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് അറിഞ്ഞാൽ മതി അല്ലേ? D1 R1ൻ്റെ ലെങ്ത്ത് അറിഞ്ഞാൽ മതി. ഇതാണ് D1 കോർഡിനേറ്റ് എന്താ? 80. R1ൻ്റെ കോർഡിനേറ്റ് എന്താ? 11.50. അങ്ങനെയാണെങ്കിൽ D1 R1ൻ്റെ ലെങ്ത്ത് എന്താ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ എക്സ് കോർഡിനേറ്റ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ്. 11.5 മൈനസ് 8 എത്രയാണ്? 3.5. അപ്പോൾ എത്ര ഇതുണ്ട്? ഒരു 3.5 അടി, 3.5 ഫീറ്റ് ഡിസ്റ്റൻസ് ഉണ്ടാവും റയാൻ്റെ ഡോറിന്. ഈ ഡിസ്റ്റൻസ് മതിയാവോ ഒരു വീൽ ചെയർ പാസ് ചെയ്യാനായിട്ട്? ഈസ് ഇറ്റ് എ കംഫർട്ടബിൾ ലെങ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് ഫോർ ദ റൂം ഡോർ? ആണ്. കാരണം 3 ഫീറ്റൊക്കെ മതിയാവും ഒരു വീൽ ചെയർ പാസ് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ ഇത് എത്രയുണ്ട്? 3.5 ഫീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കംഫർട്ടബിൾ വിഡ്ത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് B1 0 1.5 ആൻഡ് B2 0.4 represent the ends of the bathroom door, is the bathroom door narrower or wider than the room door? ഇപ്പോൾ റൂം ഡോറിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചു 3.5 ഫീറ്റ് ആണെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു.
ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? ബാത്റൂം ഡോറിൻ്റെ ഡിസ്റ്റൻസ് അല്ല വിഡ്ത്ത് എത്രയാണ്, അത് ബാത്റൂം ഡോറ് റൂം ഡോറിനേക്കാളും വലുതാണോ ചെറുതാണോ, വൈഡർ ആണോ നാരോവർ ആണോ എന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ B1ൻ്റെ കോർഡിനേറ്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എന്താണ്? 0 1.5. B2ൻ്റെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട് 0 4. അപ്പോൾ B1ഉം B2ഉം ഏത് ആക്സിസാണ്? Y ആക്സിസിലുള്ള പോയിൻറ്റ്സ് ആണ്. അപ്പോൾ B1ൻ്റെയും B2ൻ്റെയും എക്സ് കോർഡിനേറ്റ് എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? Y കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി. അപ്പോൾ 4 മൈനസ് 1.5 ചെയ്യുക. അപ്പോൾ 4 സബ്ട്രാക്റ്റഡ് ഫ്രം 1.5 സബ്ട്രാക്റ്റ് ഫ്രം 4. അപ്പോൾ എത്ര കിട്ടും? 2.5 കിട്ടും. അപ്പോൾ നമുക്കിവിടെ B1 B2 ഈ ഡോറിൻ്റെ ബാത്റൂം ഡോറിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് കിട്ടി? 2.5 ഫീറ്റ്. ഇപ്പോൾ റൂം ഡോറിൻ്റെ വിഡ്ത്ത് എത്രയായിരുന്നു? 3.5. അപ്പോൾ ബാത്റൂം ഡോർ എന്താണ്? നാരോവർ ദാൻ ദ റൂം ഡോർ ബൈ 1 ഫീറ്റ്. 1 ഫീറ്റ് നാരോവർ ആണ് ബാത്റൂം ഡോർ ദാൻ ദ റൂം ഡോർ. അപ്പോൾ ഫസ്റ്റ് എക്സസൈസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള തിങ്ക് ആൻഡ് റിഫ്ലക്റ്റ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതൊരു പുതിയ ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഈ ചാനൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.